ഇറ്റ്സ് കമ്മിങ് ഹോം. 4 മത്സരങ്ങളകലെ ഇംഗ്ലണ്ടിന് ഇറ്റ്സ് കമ്മിങ് ഹോം ആയി തീർന്നിരിക്കുന്നു. 1966 വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം പുറകിൽ നിന്ന ശേഷം ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ട് വീണ്ടും ജയിച്ചു കയറി. വളരെ മികച്ചൊരു മത്സരം തന്നെയാണ് പറയാം. കോങ്കോയുടെ മികച്ച മത്സരം എന്ന് തന്നെ പറയാം. നല്ല അവസരങ്ങൾ ബിസാക്കെ ഉൾപ്പെടെയുള്ളത്, അവരുടെ സ്ട്രൈക്കറുണ്ടല്ലോ, എല്ലാവരും മികച്ച വിസാക്കയുടെ കളി ഭയങ്കര മികച്ച ഒരു കളി തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. വിസാക്ക അല്ല വേറെ ആരും അത്ര എഫേർട്ട് എടുത്തു എന്ന് പറയാം. സുബിയാങ്ക ഒരു ഗോൾ അടിച്ചുവെങ്കിലും ബിസാക്കയാണ് എഫേർട്ട് എടുത്തത്. പിന്നെ ഗോൾ ലയണൽ എംബാസി. അപ്പോൾ അദ്ദേഹവും മികച്ചൊരു കളി കളിച്ചു. പിയും തമ്മിലെ വ്യത്യാസമാണ് മെസ്സിയും എംബാസിയും തമ്മിൽ എന്നാണ് ഷൈദാ മോഹൻ പറയുന്നത്. എന്തായാലും ജോ കോളഞ്ചേരിയുടെ നിലത്തെ കമന്ററിയിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു. 77ാമത്തെ മിനിറ്റ് വരെ, 75ാം മിനിറ്റ് വരെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഗോള് പറക്കുന്നവരെ ജോപ്പുളാഞ്ചേരി സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഗോള് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി സന്തോഷം, പുള്ളിയുടെ ചിരിയൊക്കെ ഇട്ട്. എന്തായാലും ഗോ ബാക്ക് ടു ഹോം എന്ന് പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട്. വെയിറ്റ് സമയമായിട്ടില്ല. അടുത്ത റൗണ്ടില് മിക്കവാറും ഗോ ബാക്ക് ടു ഹോം എന്ന് പറയും. പക്ഷേ ആദ്യത്തെ റൈറ്റ് വിങ് ബാക്ക് അപ്രതീക്ഷനായി. ആ സ്പേസിലാണ് സുബിയാങ്ക സുഖമായിട്ട് ഗോൾ അടിച്ചത്. ആദ്യത്തെ ഗോൾ കോങ്കോടെ ഗോൾ വീണപ്പോൾ ഇംഗ്ലണ്ടിന്റെ റൈറ്റ് വിങ് ബാക്ക് അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം ഉള്ള കളി ബാക്കി അത്യാവശ്യം ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റാക്കിങ്ങിൽ എത്ര മുന്നേറ്റങ്ങളാണ്. ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ട്രെയിൻ അലക്സാണ്ടർ ആർണോൾഡ്. ആ മനുഷ്യൻ സന്തോഷിക്കുകയായിരിക്കും. കാരണം അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നെങ്കിൽ റൈറ്റ് ബാക്ക് നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ വാക്കർ പരിമിച്ചു ഒരുപാട് പ്ലേയേഴ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വന്ന ഒരു ടൂർണമെന്റ്. പക്ഷെ അതിനകത്ത് മികച്ച താരങ്ങളെ സബ്ബായിട്ട് വെച്ചിരുന്നതുകൊണ്ടായിരിക്കാം വിജയം എത്ര വൈകിയതെന്ന് തന്നെ പറയാം. പിന്നെ അരിക്കേന്റെ കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് എടുത്ത് പറയണം. അതുപോലെ തന്നെ ഗോർഡനെ നല്ല ഒരു ഗോർഡനാണ് കളി സെറ്റ് ആക്കിയത് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ പണിയെടുത്തത് എന്റെ അഭിപ്രായത്തിൽ ബെല്ലിംഗ്ഹാം പണിയെടുത്തു, റൈസ് പണിയെടുത്തു. ഇതല്ലാതെ ഒരാളാണ് ടീമിൽ. അദ്ദേഹത്തെ മാറ്റിയതാണ് കോങ്കോയ്ക്ക് പ്രശ്നമായത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ബാർസലോണയ്ക്ക് അബദ്ധം പറ്റിയതല്ല. അതെ, മാർക്കസ് റാഷ്ഫോർഡിനെ മാറ്റിയതാണ് കളി മാറി. എന്തുമാത്രം അവസരങ്ങളാണ് അദ്ദേഹം മിസ്സാക്കിയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ലെഫ്റ്റ് വിങ്ങിലൂടെ സാധനം കയറുന്നില്ല, പന്ത് കയറുന്നില്ല. റൈറ്റ് വിങ്ങിലേക്ക് പോവാണ്. റൈറ്റ് വിങ്ങിൽ നിന്നാണ് അറ്റാക്കുകൾ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഹാരിക്കെയിന്റെ 2 ഗോളുകൾ, ഹാരിക്കെയിൻ നേടിയ 2 മനോഹരമായ ഗോളുകളിലൂടെ രണ്ടാമത്തെ ഗോൾ അത്യാവശ്യം മനോഹരമായിരുന്നു. എന്തായാലും 2 മികച്ച ഗോളുകളിലൂടെ കോങ്കോയെ തോൽപ്പിച്ച് അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 16ലേക്ക് ഇംഗ്ലണ്ട് എത്തിയിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം ടീമായ മെക്സിക്കോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മെക്സിക്കോയുമായിട്ട് മത്സരം. ഇതുവരെ ഗോളൊന്നും വഴങ്ങാത്ത മെക്സിക്കോ. പോസ്റ്റ് ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല. തുറക്കുമെന്ന് കാണാം. അരികേന്റെ ശാപവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടറിയണം. ഗോളിക്ക് പരിക്ക് വെച്ചതോടെ ഓർബച്ച് ബെഞ്ചിലിരിക്കുന്നു. ലോകത്തിലെ മികച്ച ഗോളിമാരിൽ ഒരാൾ അദ്ദേഹം ബെഞ്ചിൽ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവസാന മത്സരം കഴിയുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കണ്ടറിയാം ഇറ്റ്സ് കമ്മിങ് ഹോം ആകുമോ അതോ ബാക്ക് ടു ഹോം ആകുമോ എന്നുള്ളത്. എന്തായാലും ആദ്യത്തെ മത്സരം അത്യാവശ്യം ആവേശജനകമായ മത്സരമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ മത്സരത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയണം. അത് ആവേശത്തിന്റെ കൊടുമുടി കയറി 80 മിനിറ്റിന് ശേഷം. അതെ, പലരും പ്രവചിച്ചിരുന്നു ബെൽജിയത്തിന്റെ സുവർണ തലമുറ അവസാനിച്ചു, സെനഗൽ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടേക്ക് 86ാം മിനിറ്റിൽ ആ മനുഷ്യൻ, സുവർണ തലമുറയുടെ അവശേഷിക്കുന്ന ഒരാൾ, തിരിശേഷിപ്പുകളിൽ ഒരാൾ, ആ മനുഷ്യൻ വരികയാണ്. റൊമേലോ ലുക്കാക്കുവിന്റെ മാജിക്കൽ ടച്ച്. ഞാൻ പറയില്ലേ, പൊതുവെ എല്ലാവരും അരിക്കേന്റെ ടച്ചിനെയൊക്കെ അരിക്കേന്റെ ഗോളിലെ പ്രശംസിക്കുമ്പോൾ എന്തുകൊണ്ട് ലുക്കാക്കു ലോക ടോപ്പ് സ്കോറർ, ഗോൾ സ്കോറർമാരിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഗോൾ, മികച്ച ഒരു ഗോൾ, മികച്ച ഒരു സ്ട്രൈക്കർ എന്നതിൽ നമ്മള് പറയുമ്പോഴേ കഴിഞ്ഞ ലോകകപ്പിലാണെന്ന് തോന്നുന്നു ആ ലുക്കാക്കുവിന്റെ ആ ഫേക്ക് ഓർമ്മയുണ്ടോ? ബോഡി ടച്ച് ചെയ്യുക, ജപ്പാനെതിരെ പുറകെ നിന്നപ്പോൾ ലുക്കാക്കു ആ കാണിച്ചൊരു ഫേക്ക് ഉണ്ടല്ലോ, ബോൾ ലീവ് ചെയ്തിട്ട്. എന്ത് മനോഹരമായിരുന്നു ലുക്കാക്കു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മികച്ച സ്ട്രൈക്കറാണ്. യൂറോപ്പിലെ മികച്ച ബോഡി വെയിറ്റിംഗ് കളിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയ മികച്ച ഒരു സ്ട്രൈക്കർ തന്നെ. ബ്രൂയിനിയൊക്കെ ഉണ്ടായിട്ടും കൊച്ചിന്റെ തന്ത്രമുണ്ട്. 57-60 മിനിറ്റ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച വജ്രായുധങ്ങൾ എന്ന് എല്ലാവരും പറയുന്ന ഡിബ്രൂയിനെ സബ് ചെയ്തു. എന്നിട്ട് അവർ ജയിച്ചു. ടൊസാഡ്, ടിൽസ്മാൻ അവരുടെയൊക്കെ മികച്ച കളി തന്നെയാണ്. തീർച്ചയായിട്ടും ടിൽസ്മാൻ ഹെഡിങ്, ക്യാപ്റ്റൻ പെനാൽറ്റി എടുക്കാനുള്ള 120-ാം മിനിറ്റ് ലുക്കാക്കുവിനെ പോലും കൊടുത്തില്ല. ഇത്ര സീനിയർ ആയിട്ടുള്ള പറഞ്ഞിട്ടായിട്ട് അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ശ്വാസം എടുത്തിട്ടുള്ള ലീഡിങ് ദ ഫ്രണ്ട്.
ആ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഗോളി കീഴടങ്ങി എന്നുള്ളതാണ്. എന്തായാലും സാദിയോ മന ഇത്തവണ വിട. സാദിയോ മന ലോക പഠിക്കും തോന്നില്ല. മലയാളം സെനഗൽ മികച്ച പോരാട്ടം. സെനഗൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ സെനഗൽ 86 മിനിറ്റ് ബെൽജിയത്തെ പിടിച്ചിർത്തി. 5 മിനിറ്റിലാണ് കളി മാറിയത്. മറ്റേ ആദ്യത്തെ കളി പോലെ തന്നെ ആദ്യത്തെ കളി 75-86 10 മിനിറ്റിൽ 2 ഗോളിലാണ് കളി മാറിയത്. ഇതും അതുപോലെ തന്നെ 86-83 മിനിറ്റിൽ കളി മാറി. മികച്ച മത്സരമായിരുന്നു. അഭിനന്ദനങ്ങൾ സെനഗൽ. ഇനി ബെൽജിയത്തില് അടുത്ത റൗണ്ട് ടീമായിട്ട് അതായത് ഹോമാണ്. ഇംഗ്ലണ്ടിനും മെക്സിക്കോയായിട്ടും ബെൽജിയത്തിന് USA യുടെ കളി പറയുമ്പോൾ USA കളി അത്ര നല്ല കളിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായം ഇല്ല. അവരുടെ 1-2 മികച്ച പ്ലേയേഴ്സിനെ കൊണ്ട് അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ പറയും. നമ്മൾ ബോസ്നിയക്കെതിരെ 2 ഗോളിന് ജയിച്ചു. അത്രയും ബലോഗൻ അതുപോലെ ബലോഗൻ റെഡ് കാർഡ് ലഭിച്ചു. അത് വളരെയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഫൗള് ഫോളല്ല, മെസ്സിക്ക് കൊടുത്തില്ല എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് പിന്നീട് കാണാം. പിന്നെ ആ ഫൗളിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഗോൾ നേടി റെഡ് കാർഡ് മേടിച്ച് പോകുന്ന ആളായി ബലോഗൻ മാറി. എന്തായാലും USA ഷോട്ടും ഓൺ ടാർഗറ്റും ഒക്കെ ബോസ്നിയക്കാണ് കൂടുതൽ. USA കളി കഴിഞ്ഞ ഗ്രൂപ്പ് ഗ്രൗണ്ടിൽ കണ്ട കളിയേ അല്ലായിരുന്നു. USA കളി വളരെ മോശമായിരുന്നു. ഈ കളിയുമായിട്ട് ബെൽജിയമായിട്ട് മുട്ടാൻ പോകുമ്പോൾ പിന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. അവരവരുടേതായ ദിവസത്തില് എല്ലാവരും ജയിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാരമ്പര്യത്തിന്റെ ചരിത്രം പറഞ്ഞിട്ട് കാര്യം. ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്, ഓൾവേസ് അറ്റാക്കിങ്. കോച്ച് എപ്പോഴും പറഞ്ഞു ഓൾവേസ് അറ്റാക്കിങ്. അതായത് റെഡ് കാർഡ് കണ്ടിട്ട് ഓൾവേസ് അറ്റാക്കിംഗ് എന്ന് പറയും. പക്ഷെ അറ്റാക്കിങ് ചെയ്തതെല്ലാം പോകുന്നത് ബെൽജിയത്തിലോട്ടാണ്. ദിബോ കോർട്ടിസിന്റെ വല എത്രമാത്രം സ്ട്രോങ് ആണെന്ന്, എത്ര ഗോള് കയറിയാലും അതിന് തിരിച്ചടിക്കാൻ പറ്റുന്ന ഡിഫൻസും ആൾക്കാരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. പ്രായം ചെന്ന ആളാണ്. എന്തായാലും റയലിന്റെ വല ചോർന്ന് തുള വീണു. പിന്നാണ് ബെൽജിയത്തിന് എന്തായാലും കാണാം. US ബെൽജിയം നല്ലൊരു മത്സരം ഉണ്ടാവും. ഇംഗ്ലണ്ടിനും മത്സരം കിട്ടും. മെക്സിക്കോ വാസ് ഇംഗ്ലണ്ടും ബെൽജിയം വാസ് USA. ഇന്ന് സ്പാനിഷ് സിംഫണി തുടരുമോന്നറിയാം. ഓസ്ട്രിയ മത്സരം അർജന്റീന തൂക്കിവിട്ട ഓസ്ട്രിയ. അലബ എന്തെങ്കിലും കാണിക്കുമോന്ന് ഒന്നും കാണിക്കാൻ വഴിയില്ല. സ്പെയിൻ നോർമലി കാരണം ലക്ഷ്മി അമ്മാളുടെ കളികൾ കണ്ടറിയാം. പിന്നെ ഉള്ളത് അണ്ണൻ വെളുപ്പിന് 4:30 ഇറങ്ങുകയാണ് ക്രൊയേഷ്യ. അണ്ണൻ വേഴ്സസ് ലുക്കാ മോഡ്രിച്ച്. എത്ര പാസുകളാണ് അതിന് ലൂക്ക കൊടുത്തേക്കുന്നത്. ലൂക്ക പക്ഷേ 2018 വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ തന്നെയാണ്. എന്തായാലും അണ്ണൻ വേഴ്സസ് ലൂക്ക, 41 വയസ്സുകാരനും 40 വയസ്സുകാരനും തമ്മിലുള്ള പോരാട്ടം എന്നൊന്നുമല്ല, ആ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോ കണ്ടറിയാം. പോർച്ചുഗലിന്റെ ടീം വർക്ക് കാണാമെന്നാണ് ഞാൻ കടലാസിലെ കണക്ക് വെച്ച് പോർച്ചുഗൽ ഈസി ആയിട്ട് ജയിക്കേണ്ട മത്സരം കണ്ടറിയാം. പിന്നെ ഉള്ളത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അൾജീരിയ. രണ്ടുപേർക്കും അഭിമാന പോരാട്ടം, രണ്ടുപേർക്കും നിർണായകം. ആരൊക്കെ ജയിക്കുമെന്നുള്ളത് നാളെ വൈകിട്ട് സംസാരിക്കാം. എനിവേ വേൾഡ് കപ്പ് ഇൻ ദ ടോപ്പ് സ്റ്റേജിലേക്ക് പോകും.